ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഇംഗ്ലീഷ് സംസാരിക്കാൻ പാർട്ട്ണർ ഇല്ലെങ്കിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പാർട്ട്ണർ ഇല്ലേ എങ്കിൽ ഞാൻ പറയുന്ന 3 മെത്തേഡ് ഉപയോഗിച്ച പാർട്ട്ണർ ഇല്ലെങ്കിലും ഡെയിലി സ്പീക്കിംഗ് ചെയ്യാം. ഫ്ലുവൻസി ബിൽഡ് ചെയ്യും. ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്താൽ പറ്റില്ല. പറയാൻ ആരുമില്ല, ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഇതിനാലാണ് എല്ലാവരും സ്പീക്കിംഗ് ജേണി സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ? ഫ്ലുവൻസി കിട്ടാൻ പാർട്ട്ണറുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ മെത്തേഡ് മാത്രം അറിഞ്ഞാൽ മതി. സ്പീക്കിംഗ് ഈസ് എ ബ്രെയിൻ മൗത്ത് കോർഡിനേഷൻ സ്കിൽ. ദിസ് കോർഡിനേഷൻ പാർട്ട്ണർ ഇല്ലെങ്കിലും ഡെവലപ്പ് ചെയ്യാം. ഇതിനു വേണ്ടത് കൺസിസ്റ്റൻസി പ്ലസ് സിമ്പിൾ ടെക്നിക്ക് മാത്രം. സ്റ്റെപ്പ് 1, സെൽഫ് ടോക്ക് ലൂപ്പ് 5 minutes. യുവർ ഡെയിലി ആക്ടിവിറ്റീസ് ഇംഗ്ലീഷിൽ പറയുക. എക്സാമ്പിൾ: I am making tea, I am getting ready, I am going outside. Narration build fluency faster than conversation. Step 2, question answer mirror drill. മിററിന്റെ മുമ്പിൽ നിന്നിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. 10-15 സെക്കൻഡിനുള്ളിൽ അതിന് ആൻസർ ചെയ്യുക. എക്സാമ്പിൾ: വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? വാട്ട് ഈസ് യുവർ പ്ലാൻ ടുമോറോ? This build confidence plus clarity. Step 3, 3-line story method. Any small incident, 3 lines ഇംഗ്ലീഷിൽ പറയുക. What happened? When it happened? How you felt? This trains your brain to speak simple structure. പാർട്ട്ണർ ഇല്ലെങ്കിലും ഹ്യൂജ് പ്രോഗ്രസ്. പാർട്ട്ണർ ഇല്ലാത്തത് ഒരു എക്സ്ക്യൂസ് ആണ്, നോട്ട് എ പ്രോബ്ലം. ഈ 3 മെത്തേഡ് ഡെയിലി 10 minutes ചെയ്താൽ 1 month നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് കാണും. കമന്റ് ചെയ്യൂ, ഐ വിൽ ഡു പ്രാക്ടീസ്. നാളെ 24th ഡേയിൽ നമുക്ക് പഠിക്കാം വൈ യുവർ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഇംപ്രൂവിംഗ്. 1 ഷോക്കിംഗ് റീസൺ. ഫോളോ ചെയ്യൂ.